മറ്റന്നാളത്തെ സർവൈശ്വര്യ പൂജ നടക്കുന്നതോടെ എന്റെ മോളുടെ എല്ലാ സങ്കടങ്ങളും മാറും കേട്ടോ. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ അങ്ങനെ വലിയ സങ്കടങ്ങളൊന്നും ഇല്ലമ്മേ. എന്നാലും അമ്മക്കുട്ടിയെ കുറിച്ച് ഓർക്കുമ്പോ ഒരു ചെറിയ സങ്കടം ഇല്ലേ? ഇല്ല, എനിക്കിപ്പോ ഒറ്റ അമ്മയുള്ളൂ, എന്റെ ലക്ഷ്മി അമ്മ. അമ്മ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് വേറെ സങ്കടങ്ങളൊന്നുമില്ല. വെറുതെ അതും ഇതും പറഞ്ഞു നിൽക്കാതെ പായസം ഇളക്ക് വിപിൻ ചേട്ടാ, അല്ലെങ്കിൽ കരിഞ്ഞ അടിയെ പിടിക്കും. പായസം റെഡിയാവുമ്പോ എനിക്കും കൂടി തരണേ മോനെ. ജീവിതത്തിൽ ആദ്യമായിട്ട് പാചകത്തിന് കയറിയതല്ലേ എന്റെ മോൻ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ചിലപ്പോ പൈസ എടുക്കാൻ പോയായിരിക്കും. പായസം അടിക്കി പിടിക്കാതെ നോക്കണേ. അങ്ങനെ അനുക്കുട്ടിക്കുള്ള പഴം പ്രഥമൻ റെഡി. ഇനി നീ എന്നൊന്ന് അംഗീകരിക്ക്. ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയില്ലെങ്കിലും ഡോക്ടർക്ക് പായസം ഉണ്ടാക്കാൻ അറിയാന്നൊന്ന് പറഞ്ഞാ മതി, അതങ്ങ് വൈറലായിക്കോളും. ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. മതി. ഞാൻ പറയുന്നത് എന്താ പ്രതാപിന് മനസ്സിലാവാത്തത്? ഒരു വീടെന്ന് പറയുന്നത് ഏതൊരാളുടെ സ്വപ്നമല്ലേ? എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. മമ്മി എന്നോട് എപ്പോഴും പറയാറുണ്ട്, നീ ഒരു പോഴത്തിയാണ്, നിന്നെ കൊണ്ടൊന്നും സമ്പാദിക്കാൻ പറ്റില്ലെന്ന്. അതൊക്കെ നിന്റെ മമ്മിയുടെ തെറ്റിദ്ധാരണയാണ്. എനിക്കതറിയാം. എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം പ്രതാപല്ലേ. പക്ഷേ വീട് വാങ്ങാനുള്ള കുറച്ച് ബേസ് ഇൻവെസ്റ്റ്മെന്റ് എങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ? വാടക വീടാവുമ്പോഴാണ് പ്രതാപൻ അവിടെ വരുമ്പോ പ്രശ്നം. അയൽക്കാരും നാട്ടുകാരും ഒക്കെ നോക്കും, സദാചാര പോലീസും വരും. നമുക്ക് സ്വന്തമായിട്ടൊരു വില്ല വാങ്ങിച്ചു കഴിഞ്ഞാല് പ്രതാപന് എപ്പോ വേണമെങ്കിലും അവിടെ വരാലോ. നമ്മളെ തമ്മിലുള്ള ബന്ധം മമ്മിക്ക് അറിയുകയും ചെയ്യാം. ഒരുപാട് പൈസയൊന്നും ഞാൻ അങ്ങനെ കരുതി വെച്ചിട്ടില്ല. അമ്മായിയപ്പന്റെ കയ്യിൽ പൂത്ത കാശില്ലേ? കുറച്ച് നോട്ടുകെട്ടുകള് പുള്ളിയുടെ ടിപ്പർ ലോറിയിൽ ഇറക്കാൻ പറയും. ഞാൻ എന്ത് പറഞ്ഞാലും ദിവ്യപ്രഭ കേൾക്കും. അവള് പാവ. സത്യം പറഞ്ഞാൽ എനിക്ക് അവളോട് സ്നേഹമുണ്ട്. ഓ, ഭാര്യയോട് സ്നേഹം കൂടിയതുകൊണ്ടാണോ എന്നോട് കുറയുന്നത്? ഞാൻ രഹസ്യക്കാരിയാണല്ലോ. അങ്ങനെയൊന്നുമില്ല. എൻ്റെ മനസ്സിലെ നീറ്റലുകൾക്ക് മീതെ, എൻ്റെ മനസ്സിലെ മുറിവുകൾക്ക് മീതെ തൈലം പുരട്ടി തന്നവളാ നീ. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെ നിന്റെ സ്ഥാനം ഒരിക്കലും പോവില്ല. പിന്നെ പൈസയുടെ കാര്യം നോക്കാം കേട്ടോ. അല്ല, എത്ര ലക്ഷത്തിന്റെ വില്ലയാ നീ ഉദ്ദേശിക്കുന്നത്? 1.5 കോടി എന്നൊക്കെയാ പറയുന്നത്. പ്രീമിയം വില്ലയാ, എല്ലാം ഉണ്ട്. സ്വിമ്മിംഗ് പൂള് വരെയുണ്ട് വീടിനകത്ത്. സ്വിമ്മിംഗ് പൂളില്ലെങ്കിലും വീട്ടിലൊരു കുളം കുത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് പോയേ, നടക്കുന്ന കാര്യം വല്ലതും പറയും. 50 അഡ്വാൻസ് കൊടുക്കണം. 50 ലക്ഷം എന്നൊക്കെ പറയുമ്പോ പെട്ടെന്നങ്ങ് തീർന്നു. എന്റെ വീട്ടിൽ നിന്നും ഒരു ചില്ലിക്കാശും കിട്ടില്ല. അതെനിക്കറിയാം. ദിവ്യയുടെ അച്ഛനോട് തന്നെ ചോദിക്കണം. പക്ഷെ എന്ത് പറഞ്ഞ് ചോദിക്കുമെന്നുള്ളത്. എന്തോ ഇൻവെസ്റ്റ്മെന്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. 1-2 തവണ വിളിച്ചപ്പോ ഇന്ന് കാണാം നാളെ കാണാന്ന് പറഞ്ഞു ഒഴിയുക. അമ്മായിയമ്മ ഇത്തിരി പ്രശ്നമാണല്ലേ? പ്രശ്നമല്ല, അവർക്ക് ബുദ്ധിയുണ്ട്. അതാണ് നമ്മുടെയും പ്രശ്നം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് പൈസ റെഡിയാക്കി തരണം. ആ വില്ല പോയി കഴിഞ്ഞാൽ എന്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു സ്വപ്നം തകരുന്നത്.
നിങ്ങളുടെ കൂടെ സ്വന്തം ജീവിതം പോലും കളഞ്ഞ് ഒരു അഡ്രസ്സ് പോലും ഇല്ലാതെ നിൽക്കുന്ന പെണ്ണാ ഞാൻ. അപ്പൊ എന്റെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് നിങ്ങളാ. നീ വിഷമിക്കണ്ട, ടെൻഷനാവുകയും വേണ്ട. എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തും. എനിക്കത് കേട്ടാ മതി. എന്റെ പ്രതാപ് ഒരു കാര്യം നോക്കാന്ന് പറഞ്ഞാൽ പോലും അത് നടന്നു എന്നാണ് എന്റെ മനസ്സിൽ. മോളെ, നീ എൻ്റെ റാണിയല്ലേ, മഹാറാണി. പേടിക്കാതിരിക്കെ, ഞാനില്ലേ. നാടോടെ സ്ത്രീകളോ? ഇവരെന്ത് ഇവിടെ? അളിയാ, അളിയ ഇങ്ങോട്ട് വന്നേ. നമ്മ പൊണ്ണ്. വണക്കം. ആരാ നിങ്ങള്? എന്താ ഇവിടെ? മനസ്സിലായില്ല. எல்லாமே போக போக தெரிஞ்சிடும். இப்போ இந்த அம்மாவுக்கு ஒரு சின்ன gift கொடுக்கறதுக்கு வந்திருக்கு. നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ എന്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നേ? അത് നന്ദ സാറുക്കും സംഗീത അമ്മാവുക്കും தெரியும். நானும் அவரும் തമ്മിൽ சின்ன ரிலேஷன் இருக்கு. അമ്മ പുടി. അമ്മയോ? ചെല്ലപ്പുള്ളേ. ചെല്ലപ്പുള്ളയുടെ ഉള്ളിൽ വളർന്ന പുള്ളയ്ക്ക് എന്നെ ആശീർവാദം ഇത്. இந்த பாட்டியம்மா கொடுக்கற சின்ன gift. ഏയ് നിൽക്ക്. നിങ്ങൾ ആരാ? എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? நான் முன்னாடியே சொல்லியாச்சு. எல்லாம் நந்த சாருக்கும் அவரோட மனைவிக்கும் தெரியும். வரட்டுமா? അളിയ, ഇതെന്താ ഇങ്ങനൊരു ചിലങ്ക് ഇവിടെ കൊണ്ടുവരാൻ കാരണം? ചിലങ്കയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു കഥ കാണും. മനസ്സിലായോ? ഇതൊരു സൂചനയാണ്. എന്തായാലും ഒരാൾ ഈ വീട്ടിൽ വന്ന് കയറിയതോടെ പിന്നങ്ങോട്ട് വന്നു കയറുന്ന കഥകളുടെ എണ്ണവും കൂടി. നീ വായടക്കി. ആ, ഞാൻ വായടച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ശശാങ്കണ്ണന് തോന്നുന്നില്ലേ ഇതിന് പിന്നിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന്? ദുരൂഹത കുന്തം. അവരിപ്പോ വല്ല വീടങ്ങനെ മാറി വന്നേരിക്കും. അങ്ങനെ ആവാൻ സാധ്യതയില്ല. കാരണം നന്ദൻ സാറെന്നും സംഗീത അമ്മയെന്നൊക്കെ അവര് പറഞ്ഞല്ലോ. അവരെ രണ്ടുപേരെയും വളരെ വ്യക്തമായി അറിയാവുന്നവരാ. എന്താ എല്ലാരും കൂടി ഒരു ഗൂഢാലോചന? അമ്മ, തമിഴ്നാട്ടിൽ നിന്ന് ആരൊക്കെ ഇവിടെ വന്നു. തമിഴ്നാട്ടിൽ നിന്നോ? അവര് വന്നപ്പോ തന്ന ഗിഫ്റ്റാ ഈ ചെലങ്ക. അത് ചിലപ്പോ മോൾക്ക് സമ്മാനമായിട്ട് തന്നതായിരിക്കും. മോൾ അമ്മയാവാൻ പോവല്ലേ,
അതുമാത്രമല്ല, മോൾ അറിയപ്പെടുന്ന ഒരു നർത്തകിയല്ലേ, അതുകൊണ്ട് തന്നതായിരിക്കും ചിലങ്ക സമ്മാനമായിട്ട്. മോളെ അത് തൊടണ്ട. ഇതേ എന്തോ കൂടോത്രോ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? അതേടാ, ചിലങ്കയിലും വരും കൂടോത്രം. ഓ, ഇതെങ്ങാനും എന്റെ കുട്ടിയുടെ കാല് കെട്ടിയ അവളുടെ കുഞ്ഞു പോലും ചിലപ്പോ ഇല്ലാതായിന്ന് വരും. ഇത് കൊടുത്തു വിട്ടത് എവിടെ നിന്നാണെന്ന് എനിക്കറിയാം. ഇത് കൊണ്ടുവന്നവരെന്താ മോളെ പറഞ്ഞത്? അവര് പറഞ്ഞത് അച്ഛയ്ക്കും അമ്മയ്ക്കും അവരുമായിട്ട് ബന്ധമുണ്ടെന്നോ. ഹാ, അത് തന്നെ. ഇത് അവര് കൊടുത്തു വിട്ടതാ നിന്നെ ഇല്ലാതാക്കാൻ. നിന്നെയല്ല, നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ. കുതിരപ്പന്ത് വീട്ടിൽ വരാൻ പോകുന്ന രാജകുമാരനെ ഇല്ലാതാക്കാൻ. വിപിൻ ചേട്ടാ, വാ, ശങ്കരമംഗലം വരെ പോണം. എന്തിന് പോണം, പോയേ പറ്റൂ. എനിക്കറിയണം എന്തിനായിരുന്നു ഈ പുതിയ നാടകമൊന്നും. കുറെ ആൾക്കാരെ ചേലയും ചുറ്റിച്ച് ഈ ചെലങ്കയും കൊടുത്ത് ഇങ്ങോട്ട് വിട്ടത് എന്തിനാന്ന് എനിക്കറിയണം. ചെല്ലു വേപ്പി, കാര്യങ്ങള് കൈയോടെ തീർത്തു പോ. അതാ നല്ലത്. ഒന്നും മിച്ചം വെക്കരുത്, മനസ്സിലായോ? വാ വിപിൻ ചേട്ടാ, വരാൻ. ചേടാ, ഒരു ചിലങ്ക കിട്ടിയതിന് ഇത്ര അധികം പ്രശ്നം ഉണ്ടാക്കാൻ എന്തിരിക്കുന്നു? കഴിക്കേ നന്ദേട്ടാ, ഇതൊക്കെ കാണുമ്പോഴാ എന്റെ കെട്ടിയോനെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. അതെ, കുറച്ച് അമ്പലങ്ങളിൽ പോവാനുണ്ട്. ചേലാമറ്റം, ഗുരുവായൂര്, കൊടുങ്ങല്ലൂര്, ചോറ്റാനിക്കര. ഇതുവഴി പോകുന്ന സൂപ്പർ ഫാസ്റ്റ് സ്റ്റാൻഡിന്റെ വടക്കു ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ കാര്യം പറയുമ്പോ തമാശ പറഞ്ഞാലുണ്ടല്ലോ. ഓ, നമ്മ സീൻ വിട്ട് പോണേന്ന്. നാളെ കാണാട്ടാ. മോളെ, അമ്പലങ്ങളുടെ കാര്യം മറക്കണ്ടാട്ടോ. അല്ല നന്ദേട്ടാ, നാട്ടിൽ നിന്ന് വന്നപ്പോ ഒരു കവർ കൊണ്ടുവന്നില്ലേ? എന്തായിരുന്നു അതില്? അത് സസ്പെൻസ്. പറയും നന്ദേട്ടാ. പറയില്ല, കാണിക്കാം. പിടിച്ചേ. എന്തിനിപ്പോ പുതിയ സാരിയൊക്കെ വാങ്ങിയത്? ഒന്നുമില്ല, വന്ന വഴിക്ക് സാരിക്കടയിലെ ചില്ലുകൂട്ടില് ഒരു ബൊമ്മ എതിർത്തുകൊണ്ട് നിക്കണുണ്ട്. അപ്പോ വീട്ടിലെ ബൊമ്മയ്ക്ക് വാങ്ങാന്ന് കരുതി. ഓ, സംഗീതേ, കണ്ടില്ലേ ചിറ്റെ, നന്ദേട്ടന്റെ വക പുതുപുത്തൻ സാരി. ഇത് എന്താ ചിറ്റെ? അല്ല, ഗർഭിണിക്ക് ചുവന്ന പട്ട് വാങ്ങാൻ പാടില്ലെന്നാ. നന്ദൻ ഇതൊക്കെ അറിവുള്ളവരോട് ചോദിച്ചിട്ട് വാങ്ങണ്ടേ? അതൊക്കെ ഓരോ അന്ധവിശ്വാസമല്ലേ ചിറ്റെ? എന്നാലും എന്തോ ഒരു സങ്കടം വരുന്നത് പോലൊരു തോന്നല്.
നന്ദേട്ടാ, ഈ ചെലങ്കകളുടെ പിത്തള കിലുക്കം എനിക്കറിയാം. എനിക്കിത് പരിചിതമാ. അതെന്റെ ഹൃദയമിടിപ്പുകൾക്കിടയിലൂടെ ഓടുന്ന തീവണ്ടിയുടെ ഓട്ടമാ. ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കഴിഞ്ഞ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തീവണ്ടി. ഞാൻ നോക്കാം. ഓഹോ, ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുമായിരുന്നോ? അനു, വിപിൻ ചേട്ടൻ ഇടപെടരുത്. എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കണം. ഇവിടെ വന്നത് കുശലം പറയാനല്ല. ഈ ചെലങ്കയ്ക്ക് പിന്നിലെ ഉദ്ദേശം അറിയാനാ. അമ്മേ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആരോ അനുവിന് കൊടുത്തിട്ട് പോയതാ. അതെന്താന്നറിയണമെന്ന് അനുവിന് വാശി. അതാ. എന്താണ് കഥയെന്ന് ആലോചിച്ച് പറഞ്ഞാ മതി. എന്തായാലും എനിക്കിത് വേണ്ട. ചെലങ്കയും വേണ്ട, ഒന്നും വേണ്ട. വാ വിപിൻ ചേട്ടാ. അനു, വരാൻ. ഞാൻ വിളിക്കാം അമ്മേ. ശരി. ഇവിടെ വന്നത് കുശലം പറയാനല്ല. ഈ ചെലങ്കയ്ക്ക് പിന്നിലെ ഉദ്ദേശം അറിയാനാ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആരോ അനുവിന് കൊടുത്തിട്ട് പോയതാ.